അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. നേര്യമംഗലം ഭാഗത്ത് ദേശീയപാതയുടെ നിർമ്മാണം തടസ്സപ്പെട്ടതിൽ പ്രതിഷേധിച്ച് കോതമംഗലം രൂപതയിലെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ മാർച്ച് സമ്മേളനവും സംഘടിപ്പിച്ചു. റേഞ്ച് ഓഫീസ് മാർച്ചിലും സമ്മേളനത്തിലും നൂറുകണക്കിന് പേർ പങ്കെടുത്തു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ വാളാറ നേര്യമംഗലം ഭാഗത്ത് ദേശീയപാതയുടെ നിർമ്മാണം തടസ്സപ്പെടുത്തുന്ന വനംവകുപ്പിന്റെയും സമയോചിതമായ ഇടപെടൽ നടത്താത്ത സർക്കാരിന്റെയും നടപടിയിൽ പ്രതിഷേധിച്ച് കോതമംഗലം രൂപതയിലെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് നടത്തിയ സമരത്തിൽ പ്രതിഷേധമിരമ്പി. മഴയെ വകവയ്ക്കാതെ നടത്തിയ റേഞ്ച് ഓഫീസ് മാർച്ചിലും സമ്മേളനത്തിലും നൂറുകണക്കിന് പേർ പങ്കെടുത്തു. ജനത്തിന്റെ സ്വൈര്യ ജീവിതവും സഞ്ചാര സ്വാതന്ത്ര്യവും തടസ്സപ്പെടുത്തുന്ന വനംവകുപ്പിനെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് വൈദികരും സന്യസ്തരും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. റേഞ്ച് ഓഫീസിന് മുന്നിലും നേര്യമംഗലം ടൗണിലും വൻ പോലീസ് സംഘം നിലയുറപ്പിച്ചിരുന്നു. നേര്യമംഗലം ഗാന്ധി സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച റേഞ്ച് ഓഫീസ് മാർച്ച് കോതമംഗലം രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ വിൻസെന്റ് നെടുങ്ങാട്ട്, നേര്യമംഗലം പള്ളി വികാരി ഫാദർ മാത്യു തോട്ടത്തിമാലിൽ, രൂപതാ ചാൻസലർ ഫാദർ ജോസ് കുളത്തൂർ, കത്തോലിക്ക കോൺഗ്രസ് രൂപതാ ഡയറക്ടർ ഫാദർ മാനുവൽ പിച്ചളക്കാട്ട്, ഷൈജു ഇഞ്ചയ്ക്കൽ എന്നിവർ പ്രസംഗിച്ചു. റേഞ്ച് ഓഫീസ് മാർച്ചിനെ തുടർന്ന് നടത്തിയ സമ്മേളനത്തിൽ കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് സണ്ണി കടുത്താഴെ സമാപന സന്ദേശം നൽകി. രൂപതാ പ്രൊക്യൂറേറ്റർ ഫാദർ ജോസ് പുൽപ്പറമ്പിൽ, മാതൃവേദി രൂപതാ ഡയറക്ടർ ഫാദർ ആന്റണി പുത്തൻകുളം, ദീപിക ഫ്രണ്ട്സ് ക്ലബ്ബ് സംസ്ഥാന പ്രസിഡന്റ് ലോറൻസ് എബ്രഹാം, മിഷൻ ലീഗ് രൂപതാ പ്രസിഡന്റ് സജിൽ കല്ലമ്പള്ളിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ്, ജോയ്സ് മേരി ആന്റണി, ജോർജ് കുര്യാക്കോസ്, ബിജു വെട്ടിക്കുഴ, സോണി പാമ്പയ്ക്കൽ, സനൽ പാറങ്കമാലിൽ, ഷാജി കൂവക്കാട്ട്, റോജോ വടക്കൽ, ബേബിച്ചൻ നിതീരിക്കൽ, ജോണി ഇഞ്ചയ്ക്കൽ, മാത്യു അഗസ്റ്റിൻ, ഷഹീൻ ജോർജ്, ജോസ് കുര്യാക്കോസ് കണ്ണാത്തുകുഴി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.